ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ജനഹാകാലത്തിൻ്റെ 7-ാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിന് നൽകുന്ന വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് ദൈവിക പുണ്യങ്ങളിൽ ഒന്നായ വിശ്വാസത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. ശതാധിപനും ഈശോയും തമ്മിലുള്ള സംഭാഷണമാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത്. ശതാധിപൻ എന്ന് പറയുമ്പോൾ 100 പടയാളികളുടെ നേതൃത്വം വഹിക്കുന്ന ആളാണ് ശതാധിപൻ. അയാൾ ഒരു വിജാതീയനാണ്, ഇസ്രായേൽക്കാരനല്ല. അത് ഈ വചനഭാഗത്ത് വ്യക്തമായി പറയുന്നുണ്ട്. അയാളുടെ വിശ്വാസവും വിശ്വാസത്തിലുള്ള വളർച്ചയും വിശ്വാസത്തിനുള്ള ഉത്തരവുമൊക്കെ ഈ വചനഭാഗത്ത് നമുക്ക് പ്രകടമായി കാണാം. ശതാധിപൻ, അയാളുടെ വ്യക്തിത്വം വളരെ പ്രകടമാണ് ഈ സുവിശേഷ ഭാഗത്ത്. അയാള് ഈശോയുടെ അടുത്ത് വന്ന് യാചിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അയാൾ പ്രാർത്ഥിക്കുന്നത്? തൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനമായ വേദന അനുഭവിക്കുന്നു. നീ അവനെ സുഖപ്പെടുത്തണം എന്ന് ശതാധിപൻ പറയുന്നില്ല. എങ്കിലും അയാളുടെ പ്രാർത്ഥനയിൽ, അയാളുടെ യാചനയിൽ ആ ഒരു ധ്വനിയുണ്ട്. എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് എൻ്റെ വീട്ടിൽ കഠിനമായ വേദന അനുഭവിച്ച് കിടക്കുന്നു. ഇത് കേട്ടപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ഈശോ ഉടനെ തന്നെ മറുപടി പറയുകയാണ്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താമെന്ന് ഈശോ പറയുമ്പോൾ ശതാധിപൻ മറ്റൊരു കാര്യം പറയുകയാണ്. കർത്താവേ, അത് വേണ്ട, നീ എൻ്റെ ഭവനത്തിൽ വരാൻ മാത്രം യോഗ്യതയൊന്നും എനിക്കില്ല. ഈ സംഭാഷണത്തിൽ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണാവുന്ന ചില ശതാധിപന്റെ സ്വഭാവ സവിശേഷതകൾ വളരെ പ്രത്യേകം നമ്മൾ പരാമർശിക്കപ്പെടേണ്ടതാണ്. ഒന്നാമതായി, അയാൾ വിജാതീയനായിരുന്നു എന്നുള്ളതാണ്. വിജാതീയനായ ഈ മനുഷ്യൻ ഈശോയുടെ പക്കൽ വന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി, അയാൾ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അയാൾക്ക് വേണ്ടിയല്ല, അയാളുടെ ഭൃത്യന് വേണ്ടിയാണ്. ഭൃത്യന്റെ പ്രത്യേകത എന്താണ്? അയാൾ തളർവാദ രോഗിയാണ്, കഠിനമായ വേദന അനുഭവിക്കുന്നയാളാണ്. അപ്പൊ ഈ തളർവാദ രോഗത്തിൽ നിന്നും കഠിനമായ വേദനയിൽ നിന്നും ഈശോയ്ക്ക് മാത്രമേ തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ സാധിക്കൂ എന്ന് ശതാധിപൻ ആഴത്തിൽ വിശ്വസിച്ചിരുന്നു. അയാളുടെ വിശ്വാസത്തിന്റെ തീവ്രതയിൽ നിന്നുമാണ് അയാൾ ഈശോയെ സമീപിക്കുന്നതും ഈശോയോട് പ്രാർത്ഥിക്കുന്നതും. പ്രിയമുള്ളവരെ, ശതാധിപന്റെ ഈ ഒരു പ്രത്യേക സവിശേഷത, സ്വഭാവത്തിന്റെ നന്മ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കേണ്ടതാണ്. നമ്മുടെ ഭവനങ്ങളിൽ ഒരുപക്ഷെ വേലക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേലക്കാരെ പോലെ ജീവിക്കുന്നവർ കണ്ടേക്കാം. അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി, അവരുടെ വേദന ശമിക്കുന്നതിന് വേണ്ടി നമ്മൾ എത്ര പേര് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന നടത്താറുണ്ട്. പ്രിയമുള്ളവരെ, ഈ ശതാധിപൻ നമുക്ക് നൽകുന്ന വിലയേറിയ ഒരു സന്ദേശം അത് തന്നെയാണ്. നമ്മുടെ കുടുംബത്തിലുള്ളവർ, വേലക്കാരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കുടുംബത്തിൽ സ്വന്തപ്പെട്ടവരായിക്കൊള്ളട്ടെ, കുടുംബത്തിലെ മാതാപിതാക്കന്മാരായിക്കൊള്ളട്ടെ, സഹോദരങ്ങളായിക്കൊള്ളട്ടെ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, ഭാര്യയായിക്കൊള്ളട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, സഹോദരൻ സഹോദരി ആയിക്കൊള്ളട്ടെ, വേലക്കാരും ആയിക്കൊള്ളട്ടെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കടമയുണ്ട് എന്ന് വിജാതീയനായ ഈ ശതാധിപൻ എടുത്തു പറയുകയാണ്.
അയാൾ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഉടനെ തന്നെ മറുപടി കൊടുക്കുകയാണ്. അതാണ് അയാളുടെ വിശ്വാസത്തിന്റെ ആഴത്തിന്റെ പ്രത്യേകത. ആഴമേറിയ വിശ്വാസത്തോടുകൂടി അയാൾ പ്രാർത്ഥിക്കുമ്പോൾ, അയാൾ വൃത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കാലവിളംബം കൂടാതെ ഉടനെ തന്നെ അതിന് മറുപടി കൊടുക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അവിടെ രണ്ട് കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ഒന്ന്, ഞാൻ വന്ന്. ഈശോയുടെ സാന്നിധ്യം അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ പറയുകയാണ്, ഞാൻ നിന്റെ ഭവനത്തിൽ വരാം, നിന്റെ ഭൃത്യനെ കാണാം. രണ്ടാമതായി പറയുന്നു, ഞാൻ അവനെ സുഖപ്പെടുത്താം. ഈശോയുടെ വരവും സൗഖ്യദായകനായ ഈശോയുടെ പ്രവർത്തനവും സമ്മിളിതമാകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. എന്നാൽ ശതാധിപൻ പറയുന്നതോ, കർത്താവേ, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. നോക്കുക അയാളുടെ വിശ്വാസം. കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ വരാൻ മാത്രം യോഗ്യതയൊന്നും എനിക്കില്ല. അയാളുടെ എളിമയോടുകൂടി പറയുകയാണ്. അയാളുടെ വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു ഭാവമാണത്. എളിമയോടുകൂടി അയാൾ പറയുകയാണ്, കർത്താവേ, നീ എത്രയോ ഉന്നതനാണ്, ശ്രേഷ്ഠനാണ്, നീ ഉന്നതനായ ദൈവം തന്നെയാണ്. നീ പ്രവേശിക്കുവാൻ മാത്രമൊന്നും യോഗ്യതയൊന്നും എൻ്റെ ഭവനത്തിനില്ല, അല്ലെങ്കിൽ എനിക്കില്ല. വിശുദ്ധ അഗസ്തീനോസ് ഈ ഭവനം എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നത് ഹൃദയം എന്നാണ്. ഹൃദയം, ഈ ശതാധിപന്റെ ഹൃദയത്തിൽ ഈശോ കടന്നു വരുന്നു എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു. എന്തുമായി കൊള്ളട്ടെ, അയാളുടെ അയോഗ്യതയെക്കുറിച്ചുള്ള ബോധ്യം അതൊരു വലിയ എളിമയുടെ പ്രകടനമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ശതാധിപനെ പോലെ ഭൃത്യന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈശോയുടെ മുമ്പിൽ വിശ്വാസത്തോടെ നിൽക്കുവാനും ആ വിശ്വാസത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് എളിമയോടെ വ്യാപരിക്കുവാനും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ശരണപ്പെടുവാനും പരിപൂർണമായി അടിയറവ് പറയുവാനും നമ്മൾക്കും സാധിക്കണമെന്ന് ശതാധിപന്റെ വ്യക്തിത്വം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോയുടെ പ്രത്യേകതയും അത് തന്നെയാണ്. വിശ്വാസക്കുറവുള്ള ഇസ്രായേൽ ജനത്തെ കർത്താവ് ഇവിടെ വിമർശിക്കുന്നതായി കാണാം. ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഇത്രയും വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് കർത്താവ് പറയുന്നു. ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഇത്രയും വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇസ്രായേൽക്കാരുടെ വിശ്വാസക്കുറവിനെ കർത്താവ് ഇവിടെ പരോക്ഷമായി വിമർശിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ വിശ്വാസികളാണ്, പാരമ്പര്യ വിശ്വാസികളാണ് എന്നൊക്കെ അഭിമാനിക്കുന്നവരോ അഹങ്കരിക്കുന്നവരോ ഒക്കെ അല്ലേ? എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി കൂദാശകളെ സംബന്ധിച്ച് കർത്താവിനെ സ്വീകരിക്കുന്നവരാണെന്ന് നമ്മൾ അഭിമാനിക്കുന്നവരല്ലേ? എന്നിട്ട് നമുക്ക് ഇത്രമാത്രം ആഴമേറിയ വിശ്വാസത്തിലേക്ക് വളരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളൊന്ന് ആധ്യാത്മികമായ രീതിയിൽ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. ഈ ആധ്യാത്മിക ശോഷണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. ഒരു വിശ്വാസി എന്ന നിലയിൽ കർത്താവിൻ്റെ മുമ്പിൽ പരിപൂർണമായി അടിയറവ് പറഞ്ഞുകൊണ്ട് എല്ലാം പരിപൂർണമായി ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ശതാധിപന് കർത്താവ് കൊടുത്ത സൗഖ്യദായകമായ അനുഭവം പോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലുമൊക്കെ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശതാധിപന്റെ വിശ്വാസത്തിന്റെ വളർച്ചയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ശതാധിപനെ പോലെ ഈശോയുടെ തിരുമുമ്പിൽ വന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നിൽക്കുവാൻ, യാചനയോടുകൂടി നിൽക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എളിമയോടെ പ്രാർത്ഥിക്കുവാൻ, അഴിമേറിയ വിശ്വാസമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അതിനുള്ള കൃപാവരത്തിനായി ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ നോക്കി പറയാതിരിക്കട്ടെ, നിങ്ങളിൽ ഒരുവനിൽ പോലും ഇത്ര വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് നമ്മളെ നോക്കി ഈശോ പറയാതിരിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ സ്നേഹ സാന്നിധ്യം നമുക്ക് വലിയ അനുഭവത്തിൻ്റെ അടയാളമായി മാറട്ടെ. കർത്താവിൽ ശരണപ്പെടുന്ന ജീവിതശൈലി നമുക്ക് വളർത്തിയെടുക്കാം. പരിപൂർണമായി കർത്താവിന് മുമ്പിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ വളരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എളിമയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും കർത്താവ് ഉടനെ തന്നെ മറുപടി കിട്ടും. പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിതപിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. എന്നാൽ വിശ്വാസത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ തന്നെ മറുപടി ലഭിക്കുമെന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടുകൂടി തീക്ഷ്ണമായ ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി
ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.